നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം സന്തോഷകരമായി നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും അനുഭവിച്ചു വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കടക്കണിയിൽപ്പെട്ട് ഉഴലുന്ന അല്ലെങ്കിൽ വലയുന്ന വ്യക്തികൾ ധാരാളമുള്ള ഒരു നാടാണിത്. അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ മനസ്സിൽ സ്വപ്നമായി തന്നെ ഇരിക്കാറാണ് പതിവ്. എന്തെന്നാൽ അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ല. അതിൽ ഉപരിയായി പറയാനുള്ളത് കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ തന്നെ. ബാങ്കുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും എല്ലാം വായ്പ എടുത്ത് കൂട്ടിയായിരിക്കും ചിലപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ സാമ്പത്തിക കാര്യത്തിലേക്ക്, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക്, കടബാധ്യതകളിലേക്ക് എത്തപ്പെട്ടവരാകും ഏറെയും ആളുകൾ. അപ്പോൾ കടം ഒരു വ്യക്തിയുടെ ജീവിതം നരകതുല്യമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദിനം പ്രതി ആ കടത്തെക്കുറിച്ച് ഓർത്തുള്ള ചിന്തകൾ വരെ മാനസികമായി വളരെയധികം വിഷമങ്ങളാണ് ഓരോരുത്തരിലും കൊണ്ടുതരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ചില പരിഹാരങ്ങൾ ചെയ്യുന്നതാൽ കടത്തിൻ്റെ അല്ലെങ്കിൽ ആ കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടിൽ നല്ല ഊർജ്ജം നിലനിർത്തിയാൽ തന്നെ പലപ്പോഴും പണത്തിൻ്റെ ഒരു സ്ഥിരമായ ഒഴുക്ക് നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. പോസിറ്റീവായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കിയാൽ തന്നെ നമ്മളുടെ ഈ നെഗറ്റീവായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു ഉപാധിയായി അത് നിലനിൽക്കുകയും ചെയ്യും. അതിനായിട്ട് ചില ടിപ്സുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം പതിയെ പതിയെ വന്നു ചേരും എന്നതിൽ സംശയം വേണ്ട. ഇപ്പോൾ ദിനം പ്രതി ധാരാളം കടത്തിലേക്ക് ആഴ്ന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വളരെ വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ്. രക്ഷ നേടാനായി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ധാരാളം കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വലയുന്ന ആളുകൾ, അത് ബിസിനസ് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ഗൃഹത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നൊക്കെ മുക്തരാകാനായി, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി നേടാനായി നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോ ഒരു കണ്ണാടി സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ദിശ കൂടിയുണ്ട്. വടക്ക് കിഴക്ക് ദിശയിലായിട്ട് വേണം ഈ കണ്ണാടി സ്ഥാപിക്കാൻ. കുബേര ഭഗവാന്റെ അനുഗ്രഹമുള്ള ദിശയാണല്ലോ വടക്ക് ദിശ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കടത്തിൽ നിന്ന് മുക്തി നേടാനായി ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകൾ വരാനും അവിടേക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാകാനും ഇങ്ങനെ ഒരു കണ്ണാടി സ്ഥാപിക്കുന്നതിലൂടെ സാധ്യമാകും. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിലായിട്ട് വേണം ഇങ്ങനെ കണ്ണാടി സ്ഥാപിക്കുവാനായിട്ട്. ഇങ്ങനെ ഒരു കണ്ണാടി നിങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിൽ നിങ്ങളുടെ ഗൃഹത്തിലും വയ്ക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏത് ബിസിനസ് സ്ഥാപനമാണോ അവിടേക്ക് കൂടുതൽ ബിസിനസ് നടക്കണം എന്നതിനായി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ തിരഞ്ഞെടുക്കേണ്ട ദിവസം ചൊവ്വാഴ്ചയായിരിക്കണം. അപ്പോൾ ചൊവ്വാഴ്ച ധനവരവിനുള്ള ദിവസമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ളതോ ആയ എല്ലാ കടങ്ങളും വീട്ടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനത്തിൻ്റെ ദേവനാണല്ലോ കുബേര ഭഗവാൻ. കൂടാതെ ദേവിയായിട്ട് വരുന്നത് ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും ഒക്കെ വസിക്കുന്നത് വടക്ക് ഭാഗത്താണ്. അപ്പോൾ നിങ്ങളുടെ കടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ വയ്ക്കുന്നത് വളരെയധികം നല്ലൊരു മാറ്റം തരും. അങ്ങനെയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങൾക്ക് ഒരു കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓഫീസിലായാലും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. വീട്ടിലായാലും കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും രണ്ടുപേരുടെയും ഒരുമിച്ച് വെക്കണമെന്നില്ല, ആരുടെയെങ്കിലും ഒരാളുടെ മതി. വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് ഏറ്റവും അധികം, വടക്ക് ദിശയിൽ സ്ഥാപിച്ചാൽ ഏറ്റവും അധികം മാറ്റം ഉണ്ടാകും. നിങ്ങളെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കടക്കെണിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പണം സൂക്ഷിക്കുന്ന ലോക്കർ, സേഫ് അല്ലെങ്കിൽ നമ്മുടെ അലമാര എന്നൊക്കെ പറയും. നമ്മൾ എവിടെയാണോ ധനം സൂക്ഷിക്കുന്നത് ആ സൂക്ഷിക്കുന്ന അലമാര അല്ലെങ്കിൽ പണപ്പെട്ടി ഇതൊക്കെയും വടക്കോട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ വടക്ക് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ വയ്ക്കുകയാണെങ്കിൽ അതൊരു മാറ്റം കൊണ്ടുതരും. കാരണം കുബേര ഭഗവാന്റെ ഒരു ദിശയാണല്ലോ വടക്ക്. ലക്ഷ്മി ദേവി വസിക്കുന്ന, കുബേര ഭഗവാൻ വസിക്കുന്ന ധനത്തിൻ്റെ ഉറവിടം കൂടിയാണ് വടക്ക് ദിശ. അപ്പോൾ വടക്ക് ദിശയിൽ നമ്മൾ പണം സൂക്ഷിക്കുന്നത്, അതായത് ചെറിയൊരു ലോക്കറോ അല്ലെങ്കിൽ കുട്ടികൾ ചെറുതായിട്ട് ചില പണപ്പെട്ടികൾ, ചെറിയ മൺകുടങ്ങളിലൊക്കെ പണം സൂക്ഷിക്കുന്നവരുണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ കുടത്തിലും ഒക്കെ പണം സൂക്ഷിക്കുന്ന, അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുന്ന ഏത് കാര്യമായാലും, അത് പണപ്പെട്ടിയാകാം, തടി അലമാരിയാകാം, അങ്ങനെയുള്ള ഏത് വസ്തുവിലാണോ നിങ്ങൾ ധനം സൂക്ഷിക്കുന്നത് അത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിക്കുകയാണെങ്കിലും ഏറ്റവും വലിയൊരു മാറ്റം, ഇങ്ങനെ കടങ്ങളിൽ നിന്നൊരു മോചനവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെയിൻറ് ചെയ്യുമ്പോൾ. വീട്ടിന് പെയിൻറ്റിങ് നടത്തുമ്പോഴും നമ്മൾ കടും നിറങ്ങളൊക്കെ ബന്ധിക്ക് കൊടുക്കുന്നതും വളരെ ദോഷം ചെയ്തതാണ്. സാമ്പത്തികമായി നിങ്ങളിലേക്ക് ഒരു വരവുണ്ടാകുന്നതിന് കടും നിറങ്ങൾ തടസ്സം ചെയ്യുന്നതാണ്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിലായാലും നിങ്ങളുടെ ഗൃഹത്തിലായാലും ഇളം നിറങ്ങൾ, അതായത് ലൈറ്റായിട്ടുള്ള കളറുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം മാറ്റം തരും. വീട്ടിൽ ഇളം നിറങ്ങൾ ഉപയോഗിക്കണമെന്നാണ്. ഒരുപാട് ഡാർക്കായിട്ടുള്ള കളറുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഒരു ഭാഗ്യ ദോഷത്തെ കൊണ്ടുതരും. നമുക്ക് ഒറ്റ വാക്കിൽ
പറഞ്ഞാൽ ഭാഗ്യദോഷത്തെ കൊണ്ടുതരും. അപ്പോൾ ഗൃഹത്തിന് നിങ്ങളിനി പെയിൻറ്റ് അടിക്കുമ്പോഴും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോ ചെറിയ കടയാണെങ്കിൽ പോലും പെയിൻറ്റ് അടിക്കുമ്പോൾ ഈ നല്ല ലൈറ്റായിട്ടുള്ള കളറുകൾ അടിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഏവർക്കും അറിയാം ധനത്തിൻ്റെ ദേവി ലക്ഷ്മിയാണ്. അപ്പോൾ ഇത് ലക്ഷ്മി ദേവി തുളസിയിലയിൽ അല്ലെങ്കിൽ തുളസി ചെടിയിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ തുളസി ചെടിക്ക് വൈകുന്നേരങ്ങളിൽ അല്പം ജലം സമർപ്പിച്ചാലും കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ്. കൂടാതെ തുളസി ചെടിയുടെ സമീപത്തായി ഒരു നെയ്വിളക്ക്, ചെറിയൊരു ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്താലും അത് വളരെ ഒരു മാറ്റം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ഊർജ്ജം അതിലൂടെ ലഭിക്കും. ആ പോസിറ്റീവ് ഊർജ്ജം ഗൃഹത്തിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ തന്നെ തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ തടസ്സങ്ങൾ മാറുന്നതിലൂടെ ധനത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്കും നിങ്ങളുടെ ഗൃഹത്തിലേക്കും എത്തിച്ചേരും. അങ്ങനെ ധനത്തിൻ്റെ ഒരു ഒഴുക്ക്, ലക്ഷ്മി ദേവിയുടെ ഒരു ദൃഷ്ടി, കുബേര ഭഗവാന്റെ ദൃഷ്ടി എന്നിവ പതിയുന്നതിലൂടെ നമ്മളെ ബാധിച്ചിരിക്കുന്ന കടങ്ങളിൽ നിന്ന് നമുക്ക് മോചനവും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ചില പരിഹാര മാർഗ്ഗങ്ങൾ. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം വന്നു ചേരുകയും ഭഗവാന്റെയും ഭഗവതിയുടെയും കുബേരദേവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കൃപ നിങ്ങളിലേക്ക് എത്തുന്നതിനും ഈ പരിഹാര മാർഗ്ഗങ്ങളിലൂടെ സാധ്യമാകുന്നതാണ്.